കയ്യിലിരുന്ന കുറച്ച് പൈസയും പിന്നെ വീട്ടുകാരുടെ പൈസയും കൂട്ടി ഞാനൊരു ബൈക്ക് എടുത്തു. ആദ്യമൊന്നും പണിയൊന്നും തരാത്ത വണ്ടി പിന്നെ അങ്ങോട്ട് എനിക്ക് പണി തന്നുകൊണ്ടിരുന്നു. കൂട്ടുകാരെ വീട്ടിൻ്റെ അടുത്തും എൻ്റെ വീട്ടിൻ്റെ അടുത്തും കയറ്റാത്ത വർക്ക്ഷോപ്പുകളില്ല. വർക്ക്ഷോപ്പുകൾ കയറ്റി അവിടുത്തെ മേശിരിമാരുമായിട്ട് ഞാൻ നല്ല കമ്പനിയായി. മേശിരിമാരും ഞാനും എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് വരെ ഞാൻ തുടങ്ങി. അതായിരുന്നു എൻ്റെ അവസ്ഥ. ഒരു കുഴപ്പവും ഇല്ലായിരുന്ന വണ്ടിക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് കുഴപ്പം വന്നു എന്ന് അറിയാൻ വയ്യ. വേറെ ആരുമല്ല, എൻ്റെ കൂട്ടുകാരൻ്റെ മാമൻ്റെ വണ്ടിയാണിത്. അവൻ്റെ റെക്കമെൻഡേഷനിലും ഞാൻ വാങ്ങിയതാ. വണ്ടി പണിതോടുന്നോട് തന്നെ നിക്കർ കീറി. നീ കീറാനായിട്ടൊന്നുമില്ല. എടാ വണ്ടിയാകുമ്പോ പണിയൊക്കെ വരും. വണ്ടിയാകുമ്പോ പണിയൊക്കെ വരും. ഇപ്പൊ നമ്മള് മൂന്നുപേരും പറഞ്ഞില്ലേ, ഇനി ഒരാളെ വിളിച്ച് ഇനി പറയിപ്പിക്ക്. എടാ അളിയ നീ അത് വിടാ, നമ്മളെയും കൂടെ വണ്ടിയല്ലേ ഇത്. നമ്മളെയും കൂടെ വണ്ടിയല്ലേടാ ഇത്. വിനായകൻ, നീ എന്തിനാണ് അവൻ പറയുന്ന കേട്ട് പറയുന്നത്? നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞൂടെ? അവൻ പറയുന്നില്ല, നീ പറയുന്നത്. ഇത് രണ്ടും കൂടെ ഞാൻ കേൾക്കണോ? ഇതിപ്പോ എനിക്കൊരു അഭിപ്രായം ഇല്ലേ? അത് തന്നെ ഞാനും ചെയ്യുന്നത്. നിനക്കൊരു അഭിപ്രായം ഇല്ലേ? നീ ഇങ്ങോട്ട് ചോദിക്കുന്നത് അത്. നിനക്കൊരു അഭിപ്രായം ഇല്ല. ഞാൻ മിണ്ടായിരുന്ന പോരെ? ആദ്യം തന്നെ ഈ വണ്ടിയുടെ ഒന്നും അറിയത്തില്ലായിരുന്നല്ലയാ. വണ്ടി പണിത് വണ്ടിയുടെ A to Z കാര്യങ്ങൾ ഞാൻ പഠിച്ചു. എങ്കിൽ വണ്ടിയുടെ A to Z പി എന്താ? വിനായകെ, ഇമാതിരി ഞാൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന നേരത്തെ എന്റെ അടുത്തൊന്ന് വളിപ്പറക്കുക. വെട്ടിയേരി ഞാൻ തത്തമ്മ കുഞ്ഞ് കൊത്തായിട്ട് കൊടുക്കും. അതൊന്നും നീ അടങ്ങിയിരുന്നോ? എന്റെ വായി ഇത്രക്ക് മോശമോടാ. ഞാൻ എന്ത് പറഞ്ഞാലും എന്താ ഇത്രക്ക് പ്രശ്നം? എടാ നിങ്ങൾ എന്റെ ഒന്ന് ചുമ്മാ ഇരിക്കണം. ഞാൻ ഈ വണ്ടി പോണ വിഷമത്തില്ല. അത്രേ സങ്കടമാണ് നീ ഈ വണ്ടി അങ്ങ് വാങ്ങിക്കോ. അതേ പറയാനുള്ളൂ. വാങ്ങിയ എന്ത്? വാങ്ങിയ നല്ല തീരുമാനം. നീ എന്നാ വാങ്ങ്. എത്രക്ക് കൊടുക്കും? എത്രക്ക് വാങ്ങും? എത്ര രൂപയ്ക്ക് ഉണ്ട്? കുറച്ചാള് സർവീസിലൊക്കെ നിന്നേയല്ലേ, ഇയാള് പറ എത്രക്ക് ഉണ്ട്? ഒരു 40,000 രൂപ. 40,000 രൂപയ്ക്ക് നിന്റെ വാപ്പാക്ക് ഒരു നീല കസോള മുണ്ട് വാങ്ങിക്കൊടു. നീ പറ റേറ്റ് എത്രയുണ്ട്? ഞാനൊരു ഐഡിയ പറയാം. EMI അവൈലബിൾ ആണോ? EMI തരണേ. ആദ്യം ഇയാള് റേറ്റ് പറ. നിനക്ക് നിന്റെ വണ്ടിയുടെ റേറ്റ് അറിഞ്ഞൂടെ? നീ എന്റെ അടുത്ത് ചോദിക്കുന്നതിന്? 95 രൂപയും ഒരു ചിരിയും പറ്റൂ? അളിയ ചിരി വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തരാം. പക്ഷെ 95 രൂപയ്ക്ക് സാധനമില്ല. 80 രൂപയ്ക്കാണെങ്കിൽ ഷേക്കൻഡോട് നമുക്ക് ഉറപ്പിക്കാം. അളിയ 80 രൂപയ്ക്ക് പറ്റൂല. 85 രൂപയ്ക്കാണെങ്കിൽ ഇപ്പൊ വണ്ടി തരാം. കൈ തന്ന്. പിന്നെ നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ല കേട്ടോ. EMI ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 10 രൂപ വെച്ച് ഞാൻ തരും. 10 രൂപ വെച്ച് തരുമെന്ന് നിന്റെ ഞാൻ പറഞ്ഞ അവൻ പറയുന്ന കേട്ട് പറയലേന്ന്. ഓക്കെ, എന്നാ ആഴ്ച 15,000 രൂപ വെച്ച് പോട്ടെ. ആദ്യത്തെ ആഴ്ച ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഈ 10 രൂപയുടെ ഇതെല്ലാം ചുമ്മാണോ നിന്റെ പെണ്ടാട്ടി കാരണം പോലും ഇല്ല കളഞ്ഞിട്ട് പോയത്? ചുമ്മാ ആണാണോ നിന്റെ പെണ്ടാട്ടി നിന്നെ കളഞ്ഞിട്ട് പോയത്? പിന്നെ എനിക്ക് വട്ടല്ലടാ നിന്റെ വണ്ടി ആക്രി വിലക്കെടുക്കാൻ. മക്കളെ വേണം, അമ്മ കളിക്കണം.